الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അല്ലാഹു തആല മജ്‌ലിസ് ഖബൂലാക്കുമാറാവട്ടെ. ശുദ്ധമായ റബീഉൽ അവ്വലിൻ്റെ പവിത്രമായ ദിവസങ്ങളാണ് നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടത്തെക്കുറിച്ച് പഠിക്കുകയും അവിടുത്തെ മഹത്വം മനസ്സിലാക്കുകയും അവിടുത്തെ മഹബത്ത് വെക്കലുമൊക്കെ ദീനിൻ്റെ വളരെ അനിവാര്യമായ അടിസ്ഥാനപരമായ വിഷയമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മളെ ഹദീസ് അവിടുത്തെ മഹബത്തുമായി നാം അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഹദീസാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് വെക്കുന്നതിൻ്റെ അനിവാര്യത വിശുദ്ധ ഖുർആനും ഹദീസുമൊക്കെ ധാരാളം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എത്രത്തോളം നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കുന്നത്, സ്ഥാനം കൊടുക്കുന്നത് നമ്മുടെ സ്വന്തം ശരീരത്തിനാണ്, സ്വന്തം ജീവനിനാണ്. അതുകൊണ്ടാണല്ലോ ഹോസ്പിറ്റലിൽ കഴിയുന്ന ആൾ എല്ലാ ചികിത്സയും നടത്തി പരാജയപ്പെട്ടു, ഡോക്ടർമാർ കൈയൊഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജീവനൊന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ അദ്ദേഹത്തിൻ്റെ വീട് വിൽക്കേണ്ടി വന്നാലും പറമ്പ് മൊത്തം വിൽക്കേണ്ടി വന്നാലും ജീവൻ തിരിച്ചു കിട്ടുമല്ലോ എന്നൊരു പ്രതീക്ഷയിൽ അതൊക്കെ വിൽക്കാൻ തയ്യാറാവും. അത് സ്വന്തം ശരീരത്തോടുള്ള ജീവനോടുള്ള വിലയാണ് അത്തരം അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ആ സ്വന്തം ജീവനേക്കാൾ ശരീരത്തേക്കാൾ നമുക്ക് മഹബത്തുണ്ടാകേണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. ഈ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗുഹയിൽ ഹിജ്റയുടെ വേളയിൽ അവിടുത്തെ കാലിന് പാമ്പ് കുത്തിയ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വന്തം ജീവൻ നഷ്ടപ്പെടുന്ന രംഗാണ്. പക്ഷേ അതല്ല എനിക്ക് വലുത്, എൻ്റെ ജീവനേക്കാളും വലുത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സഹാബത്തിൻ്റെ ഒക്കെ ജീവിതം പരിശോധിച്ചാൽ അങ്ങനെ കാണാൻ കഴിയും. ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇത്രയധികം നമ്മുടെ സ്വന്തം ജീവനേക്കാൾ, സ്വന്തം ശരീരത്തേക്കാൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നാം സ്ഥാനം കൊടുക്കണം, അവിടുത്തെ നാം മഹബത്ത് വെക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? മഹാന്മാരത് വിശദീകരിക്കുന്നു. നമ്മൾ ഒരാളെ സ്നേഹിക്കാനുള്ള കാരണങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ പല കാരണങ്ങളുണ്ടാകാം. പ്രധാനമായിട്ടും 3 കാരണങ്ങളാണ് നമ്മളൊരു വ്യക്തിയെ മഹബത്ത് വെക്കാൻ, സ്നേഹിക്കാൻ, പ്രേമിക്കാൻ കാരണമായിട്ടുള്ളത്. ഒന്ന് ജമാൽ, മറ്റൊന്ന് കമാൽ, മറ്റൊന്ന് ഇഹ്സാൻ. പ്രധാനമായും നമ്മളൊരു വ്യക്തിയെ മഹബത്ത് വെക്കാനുള്ള കാരണങ്ങൾ ഈ 3 പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ. വേറെയും കാരണങ്ങൾ ഉണ്ടാകാം. ഒന്ന് ജമാലാണ്, ഭംഗി, അല്ലേ? നമ്മളൊരാളെ സ്നേഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത് അയാളുടെ ഭംഗി കാരണം കൊണ്ടാകാം ഒന്ന്. മറ്റൊന്ന് കമാൽ, അയാളിലുള്ള നല്ല ഗുണങ്ങൾ, വിശേഷണങ്ങൾ, നല്ല സ്വഭാവങ്ങളെ കൊണ്ട് നമ്മളൊരാളെ ഇഷ്ടപ്പെടും. മൂന്നാമത്തത് ഇഹ്സാൻ, അയാൾ നമുക്ക് നല്ല സഹായിക്കുന്ന ഒരാളാണ്, ഗുണം ചെയ്യുന്ന ആളാണ്, അനുഗ്രഹം ചെയ്യുന്ന ആളാണ്. ഈ കാരണം കൊണ്ടും നമ്മൾ ഒരാളെ സ്നേഹിക്കും. പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ. എന്നാൽ ഈ 3 കാരണങ്ങളും നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും സമ്പൂർണമായിട്ട് ഈ 3 കാര്യങ്ങളും ഉള്ളത് ആരിൽ മാത്രമാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രം.
ലോകത്തൊരു കുട്ടിയിലും ഈ മൂന്ന് കാര്യവും സമ്പൂർണമായി കാണാൻ നമുക്ക് കഴിയില്ല. നമുക്ക് ഓരോന്നും പരിശോധിക്കാം. ഒന്നാമത്തത് ജമാലെടുത്തോളും, ഭംഗി. ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നത് ഭംഗിക്ക് വേണ്ടിയായിരിക്കും. എന്നാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭംഗി ലോകത്തൊരു കുട്ടിക്കുമില്ല. നമ്മൾ സാധാരണ ഭംഗിയുടെ വിഷയത്തിൽ എടുത്തു പറയാറുള്ളത് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലേ. ഭംഗിയുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ പറയാറില്ല. യഥാർത്ഥത്തിൽ ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയെ രണ്ടാക്കി പകുതിയാക്കി. അതിൽ പകുതി ഭംഗി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തു. ബാക്കി പകുതിയാണ് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും വീതിച്ചു കൊടുത്തത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭംഗിയോ ഇതിൽപ്പെട്ട ഭംഗിയല്ല. ഇത് എല്ലാം ഒരുമിച്ച് കൂടിയാലും ലോകത്തെല്ലാവർക്കും വീതിക്കപ്പെട്ടിട്ടുള്ള ഭംഗിയും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തിട്ടുള്ള പകുതിയായ ഭംഗിയും എല്ലാം ഒരുമിച്ച് കൂടിയാലും അതിനെയും മറികടക്കുന്ന ഭംഗിയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുത്തത്. അതാണ് ബുസൂരി ഇമാം ബുർദയിൽ പഠിപ്പിക്കുന്നത്, മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി വജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻകസിമി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭംഗി ഓഹരി വെച്ച ഭംഗിയല്ല, അതിൽ ഒരു കുട്ടിക്കും പങ്കില്ല, ശരീക്കില്ല. മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി. അതുകൊണ്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ ഭംഗിയെ വിശേഷിപ്പിച്ച സ്വഹാബത്ത് വളരെ കുറവാണ്, കുറഞ്ഞ ആളുകൾ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭംഗി ഈ ലോകത്ത് അതിൻ്റെ കമാലായ രൂപത്തിൽ ഒരു കുട്ടിക്കും പ്രകടമായിട്ടില്ല എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്. നമ്മൾ ഭംഗിയുടെ വിഷയത്തിൽ എന്താ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഏറ്റവും വലിയ ഭംഗിയുള്ളത് എന്നൊരു സംശയം ഉണ്ടായിരിക്കാം. ആ സംശയം തീരാൻ നമ്മൾ ഇത് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഭംഗിയുടെ വിഷയത്തിൽ സൂര്യനെ പറയല്, ചന്ദ്രനെ പറയല് അല്ലെ. ഒരാളെ മുഖത്തിൻ്റെ ഭംഗി പറയുമ്പോൾ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നു, എന്താ സൂര്യനെ പോലെ പറയാത്തത്? നമുക്ക് നേരിട്ട് കണ്ട് നേരെ നോക്കാൻ പറ്റിയത് ചന്ദ്രനാണ്. സൂര്യനിലേക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നേരിട്ട് നോക്കി നിൽക്കാൻ കഴിയില്ല, അതിൻ്റെ പൂർണ്ണമായ ഭംഗി ആസ്വദിക്കാൻ കഴിയില്ല. നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഭംഗി ചന്ദ്രൻ്റെ ഭംഗിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ചന്ദ്രനെ ഭംഗിയുടെ വിഷയത്തിൽ എടുത്ത് പറയുന്നത്. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന സൂര്യൻ, അന്ത ശംസുൻ അന്ത ബദറുൻ അന്ത നൂറുൻ ഫൗക നൂർ, സൂര്യനുമല്ല ചന്ദ്രനല്ല, അതിനെയും മറികടക്കുന്ന നൂറും പ്രകാശവും ഭംഗിയാണ് അവിടേക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് മഹദിയായ അവിടുത്തെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടുത്തെ ഭംഗിയുടെ വിഷയത്തിൽ സലീഹ റളിയല്ലാഹു അൻഹ ഇവിടെ സംഭവം. അപ്പം പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അവരുടെ ഇടയിലൂടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നടക്കാൻ വേണ്ടി പറഞ്ഞു. സ്ത്രീകളെ കയ്യിലൊക്കെ ഒരു പഴം കൊടുത്തു, ആപ്പിളും കൊടുത്തു, കത്തിയും കൊടുത്തു. എന്നിട്ട് യൂസുഫ് അലൈഹി സ്വലാമിനെ അവരെ സെൻറ്ററിലൂടെ അങ്ങ് പോകാൻ പറഞ്ഞപ്പോൾ ആ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഈ സ്ത്രീകളൊക്കെ പഴങ്ങ മുറിച്ചിട്ട് പഴക്കെ കൂടിയിട്ട് കത്തി കയ്യൊക്കെ മുറിച്ചിട്ട് ചോരൊക്കെ വരാൻ തുടങ്ങി. ഖുർആൻ തന്നെ പറഞ്ഞ സംഭവമാണ്. ഫലമ്മാ റഅയ്നഹു അക്ബർനഹു വഖത്തഅന ഐദിയഹു ഖുൽന മാ ഹാദാ ബശറ, ഇതൊരു മനുഷ്യനല്ല, വല്ലാത്തൊരു ഭംഗിയാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തിട്ടുള്ളത്. എങ്കിൽ ഇതിനെ സംബന്ധിച്ചുകൊണ്ട് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ആ സലീഹ റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികളെങ്ങാനും എൻ്റെ ഹബീബ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെറ്റിത്തടം ഒന്ന് കണ്ടിരുന്നെങ്കിൽ, വസഹബു സലീഹ ലൗ റഅയ്നാ ജബീനഹു ലആഥർന തഖ്തിയൽ ഖുലൂബി അലൽ ഐദി, ആ പെണ്ണുങ്ങൾ കൈയാണ് മുറിച്ചിരുന്നെങ്കിൽ ഇവർ കൽബ് മുറിക്കുമായിരുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭംഗിയെങ്ങാനും നെറ്റിത്തടത്തിൻ്റെ ഭംഗിയെങ്ങാനും കണ്ടിരുന്നെങ്കിൽ. എന്നാൽ യഥാർത്ഥത്തിൽ അവിടുത്തെ ഈ ഭംഗി ലോകത്തൊരു കുട്ടിക്കും വെളിവായിട്ടില്ല. അത് ഈ ലോകത്ത് യഥാർത്ഥ രൂപത്തിൽ അവിടുത്തെ ഭംഗി കാണാനുള്ള കഴിവ് അല്ലാഹു തആല നമ്മുടെ കണ്ണിന് തന്നിട്ടില്ല എന്നാണ് മഹാനായ ഖുർത്തുബി ഇമാം പറയുന്നത്.
അപ്പോൾ ഭംഗിയുടെ വിഷയത്തിലാണ് നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ ആ വിഷയത്തിൽ സ്നേഹിക്കാൻ പറ്റിയത് ആരെയാണ്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒന്ന്. ഇനി രണ്ടാമത്തത് എടുത്തു നോക്കും നിങ്ങൾ. രണ്ടാമത്തത് കമാലാണ്. കമാൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിലുള്ള നല്ല സ്വഭാവങ്ങൾ, വിശേഷണങ്ങളാണ്. നമ്മൾ പല വിഷയത്തിലും പലരെയും അഭിനന്ദിക്കാറുണ്ട്, അല്ലേ? ചിലപ്പോൾ അവാർഡുകളൊക്കെ കൊടുക്കാറുണ്ട്. അതെന്തിനായിരിക്കും? അയാളൊരു നല്ല വിശേഷണം ഉണ്ടായിരിക്കും, ഒരു നല്ല ഗുണം അദ്ദേഹത്തിൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ ചില ആളുകൾക്ക് ഇപ്പോൾ വഴിയിലോ മറ്റോ വീണുപോയ സ്വർണ്ണാഭരണമൊക്കെ കിട്ടിയാൽ അത് ഉടമസ്ഥനെ തിരിച്ചേൽപ്പിച്ചാൽ അയാളെ പ്രത്യേകം ആദരിച്ച് പിറ്റേന്ന് പത്രത്തിൽ ഫോട്ടോ വരും, ഇയാൾ മാതൃകാ പ്രവർത്തനം നടത്തിയെന്നായിട്ട്. അപ്പോൾ ഓരോരുത്തരിലുള്ള നല്ല ഗുണങ്ങൾ എല്ലാവരും മദ്ഹ് ചെയ്യുന്നതാണ്, വിശേഷിപ്പിക്കുന്നതാണ്, പ്രത്യേകം പ്രശംസിക്കുന്നതാണ്. എന്നാൽ ലോകത്ത് എന്തെല്ലാം നല്ല ഗുണങ്ങളുണ്ടോ അതെല്ലാം പൂർണ്ണമായ രൂപത്തിൽ സമ്മേളിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം. ബുദ്ധിയുടെ വിഷയം എടുക്കുകയാണെങ്കിൽ, മറ്റുള്ളവരോടുള്ള കാരുണ്യത്തിൻ്റെ വിഷയം എടുക്കുകയാണെങ്കിൽ, ഏത് വിഷയത്തിലാണെങ്കിലും, അതുപോലെ തന്നെ മാപ്പ് കൊടുക്കുന്ന വിഷയത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം. ഒരു സംഭവം പറയാം. ഒരു അറാബി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു, എനിക്ക് സമ്പത്ത് തരണം. അങ്ങനെ സമ്പത്ത് കൊടുത്തു. ധാരാളം ഈത്തപ്പഴവും അതുപോലെ തന്നെ ഗോതമ്പും എല്ലാ ധാന്യങ്ങളൊക്കെ കൊടുത്തു. ആ സമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അഹ്സൻതു ഇലൈക്, ഞാൻ നിന്നിലേക്ക് ഇഹ്സാൻ ചെയ്തില്ലേ, ഗുണം ചെയ്തില്ലേ? ആ സമയത്ത് അറാബി പറഞ്ഞ വാക്കുണ്ട്, ലാ അഹ്സൻത വലാ അജ്മൽത, ഇല്ല, നിങ്ങൾ ഒരു ഗുണം എനിക്ക് ചെയ്തിട്ടില്ല. ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് നിങ്ങൾ ആലോചിച്ചു നോക്കുക. ആ സമയത്ത് സഹാബത്തൊന്നായിട്ട് ഇളകി അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനൊന്നും ചെയ്യാൻ വേണ്ടി വിട്ടില്ല. അങ്ങനെ സദസ്സ് പിരിഞ്ഞ സമയത്ത് അദ്ദേഹത്തെ വിളിച്ച്, സ്വന്തം പ്രൈവറ്റായിട്ട് അദ്ദേഹത്തെ വിളിച്ച് വരുത്തി അദ്ദേഹത്തിന് വീണ്ടും കൊടുത്തു. ഇപ്പോൾ റാഹത്തായെന്ന് വെച്ചു. ഇപ്പോൾ അഹ്സൻത വഅജ്മൽത, എങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഇത് ഞാൻ സദസ്സിനോടുകൂടെ പോയിട്ട് പറയണം. നീ ഈ രൂപത്തിൽ ഇവിടുന്ന് പിരിഞ്ഞു പോയാൽ വഴിയിൽ വെച്ച് ഇവർ കണ്ടാൽ എന്നെ വെറുതെ വിടൂല. കാരണം എന്നെ ആ രൂപത്തിൽ സദസ്സിൽ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നീ സദസ്സിലേക്ക് വാ, എന്നിട്ട് ഞാൻ ഗുണം അഹ്സൻത വഅജ്മൽത എന്ന് സദസ്സിൻ്റെ ഇടയിൽ വെച്ച് അവരോട് പറയണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സദസ്സിലേക്ക് വീണ്ടും കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം അവിടെ വെച്ച് പ്രഖ്യാപിച്ചപ്പോഴാണ് സഹാബത്തിനൊക്കെ സമാധാനമായത്, അദ്ദേഹത്തോട് മനസ്സിന് റാഹത്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് സംഭവങ്ങൾ കാണാം, നമ്മളൊക്കെ ചെറുപ്പത്തിലേ പഠിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുക്കൽ വന്നിട്ട് അവിടെ നിന്ന് കഴുത്തിൽ ഇട്ടിരുന്ന ഷാല് പിടിച്ച് വലിച്ച് അത് അസറത്ത് ഫിഹി, ആ ഷാലിൻ്റെ കരഭാഗം വാണ്ട് മുറിയായി പോയിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യം പിടിക്കുകയോ ഒന്നും ചെയ്തില്ല, പുഞ്ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തോട് പെരുമാറിയിട്ടുള്ളത്. അദ്ദേഹത്തോട് ചോദിച്ചു, അറാബി, നീ ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ പ്രതികാരം ചെയ്യാൻ ഇവിടെ ആളുകൾ ഉണ്ടാവൂലേ എന്ന് ചോദിച്ചപ്പോൾ ആ സഹാബി പറഞ്ഞ മറുപടിയുണ്ട്, ഇല്ല, ഒരിക്കലും ഇല്ല. അന്ത ലാ തുകാഫിഉ സയ്യത ബിസയ്യ, തിന്മക്ക് തിന്മ കൊണ്ട് പ്രതികരിക്കുന്ന സ്വഭാവം നിങ്ങൾക്കില്ല എന്ന് എനിക്കറിയാം എന്നാണ് അറാബി മറുപടി പറഞ്ഞത്. സെയ്ദ് ബിൻ ഹാന എന്ന് പറയുന്ന ശത്രു വിഭാഗത്തിൽപ്പെട്ട ആൾ, അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം തന്നെ എന്താ? അദ്ദേഹത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടം വാങ്ങിയിരുന്നു. ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്, ഇന്ന ഡേറ്റിന് കടം തിരിച്ചു തരാം. പക്ഷെ അദ്ദേഹം സദസ്സിലേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തുമുള്ള സദസ്സിലേക്ക് കടന്നു വരികയാണ്. ഡേറ്റ് ആയിട്ടില്ല, ഇനിയും 3 ദിവസം ബാക്കിയുണ്ട്. അദ്ദേഹം കടന്നു വന്നിട്ട് കോളറിട്ട് പിടിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിൻ്റെ നേതാവിൻ്റെ കോളറാണ് ഈ ഇരിക്കുന്ന അങ്ങേയറ്റം മഹബത്ത് വെക്കുന്ന ശിഷ്യന്മാരെ ഇടയിൽ വെച്ചിട്ട് പിടിക്കുന്നത്. എന്തായിരിക്കും അവിടെ നടക്കുന്ന രംഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചു.
അദ്ദേഹം കോളർ പിടിച്ച് പറഞ്ഞത്, ഇന്നക്കും ബനി അബ്ദുൽ മുത്തലിബ്, നിങ്ങൾ കടം വാങ്ങിയാൽ തിരിച്ചു തരാത്ത ആളാണല്ലേ എന്ന നിലക്കാണ് ശൈലിയിലത്. ആ സമയത്ത് സദസ്സിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ്, ഞാൻ വെട്ടിട്ട തല എന്നാണ് ചോദിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഉമറെ, നീ ഈ രൂപത്തിലല്ല പെരുമാറേണ്ടത്. തഅ്മുറുനി ബിഹുസ്നിൽ ഖളാഇ വതഅ്മുറുഹു ബിഹുസ്നിൽ തഖാ. നല്ല നിലക്ക് കടം വീട്ടണമെന്ന് എന്നെ നീ ഉപദേശിക്കുകയാണ് വേണ്ടത്. ഞാൻ കടം വാങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹത്തോട് നീ ഉപദേശിക്കുക ചെയ്യേണ്ടത്. കടം ഇങ്ങനല്ല ചോദിക്കേണ്ടത്, നല്ല നിലക്ക് ചോദിക്കണമെന്ന ഉപദേശം അദ്ദേഹത്തിനും കൊടുക്കണം. നല്ല നിലക്ക് കടം വീട്ടണമെന്ന ഉപദേശം എനിക്കും തരണം. എന്നിട്ട് പറഞ്ഞു, സഹാബത്തിന് കാര്യം ബോധ്യപ്പെടുത്തണമല്ലോ, 3 ദിവസം ഇനിയും ബാക്കിയുണ്ട് ഇദ്ദേഹത്തിൻ്റെ കടം തിരിച്ചു കൊടുക്കാൻ. അതുകൊണ്ട് ഏതായാലും അദ്ദേഹത്തിനുള്ള കടം തിരിച്ചു കൊടുക്കുകയും ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഈ രൂപത്തിൽ പെരുമാറിയതിനിക്ക് പ്രായശ്ചിത്തമായിക്കൊണ്ട് 20 സാഴ് ഏറെ ഈത്തപ്പഴം അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. 20 സാഴ് ഗോതമ്പും അദ്ദേഹത്തിന് വേണ്ടി കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന് കൊടുത്തു. ആ സമയത്ത് സെയ്ദ് ഇബ്നു ഹാന പറയാണ്, എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടു, ഞാനിത് ചെയ്തത് ഒരു പരീക്ഷണത്തിന് വേണ്ടിയായിരുന്നു. നിങ്ങൾ യഥാർത്ഥ നബിയാണെങ്കിൽ എന്നോട് എങ്ങനെ പെരുമാറുമെന്നുള്ളത് ഞാൻ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്നക റസൂലുള്ളാഹ്. ഇസ്ലാമിലേക്ക് അദ്ദേഹം കടന്നു വരികയാണ്. പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചരിത്രങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ കാണാം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സ്വഭാവം കാരണം കൊണ്ട്, അവിടുത്തെ പെരുമാറ്റം കൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നത്. അതാ പരിശുദ്ധ ഖുർആൻ വളരെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞത്, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അവിടുന്ന് വണ്ണമായ സ്വഭാവങ്ങളുടെ മേലെയാണെന്നാണ് പറഞ്ഞത്. ആർക്കൊക്കെ എന്തൊക്കെ നല്ല സ്വഭാവങ്ങളുണ്ടോ അതെല്ലാം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുണ്ട്. അതിൻ്റെ മേലെയാണെന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. നമ്മൾ പലരെയും പ്രശംസിക്കുന്നു, മധു പറയുന്നത് അവരിലുള്ള ചില നല്ല ഗുണങ്ങളെ കൊണ്ടായിരിക്കാം. അങ്ങനെ ലോകത്ത് ആർക്കൊക്കെ എന്തൊക്കെ നല്ല ഗുണങ്ങളുണ്ടോ അത് പൂർണ്ണാർത്ഥത്തിലുള്ളത് ഇന്നക ലാ ഖുലുഖിൻ അദീം. അതുകൊണ്ടാണ് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അവിടുത്തെ സ്വഭാവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞെന്താ, കാന ഖുലുഖുഹു അൽ ഖുർആൻ. നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ അൽ ഖുർആൻ, വിശുദ്ധമായ ഖുർആനാണ് അവിടുത്തെ സ്വഭാവം. ഖുർആനിലെ മുത്തഖീങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് അതിൽ പറഞ്ഞത്, അതെല്ലാം അവരിലുണ്ട്. ജീവിക്കുന്ന ഖുർആനിനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ രൂപത്തിൽ ഒരു വിശാലമായ ബഹറാണ് അവിടുത്തെ ഓരോ വിഷയങ്ങളും എടുത്താൽ. അപ്പോൾ ഒരു സ്വഭാവത്തിന്റെ വിഷയത്തിൽ, ഒരാളുള്ള നല്ല ഗുണത്തിന്റെ വിഷയത്തിൽ നമ്മൾ ഒരാളെ മഹബത്ത് വെക്കുന്നുണ്ടെങ്കിൽ ആരാണ് ഏറ്റവും അർഹതപ്പെട്ടത്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇനി 3-ാമത്തെ വിഷയം എടുത്തു നോക്കൂ നിങ്ങൾ. 3-ാമത്തെ വിഷയം ഇഹ്സാനാണ്. നമുക്ക് ഒരാൾ ഗുണം ചെയ്യാണ്, സഹായിക്കുകയാണ് എങ്കിൽ അയാളോട് നമ്മൾ മഹബത്ത് വെക്കും, സ്നേഹം സ്വാഭാവികമായിട്ടുണ്ടാകും. എന്നാൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഇഹ്സാൻ ചെയ്തിട്ടുള്ളത്, അനുഗ്രഹം ചെയ്തിട്ടുള്ളത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകത്തിന് മൊത്തം അൽ ആലമീൻ എന്നാണ് ഉപയോഗിച്ചത്. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതേ ശൈലിയിലാണ് ഇവിടെയും കൊടുത്തത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അള്ളാഹുവല്ലാത്ത എല്ലാ വസ്തുക്കൾക്കും, അതിൽ മനുഷ്യർ പെട്ടു, ജിന്നുകൾ പെട്ടു, മലായിക്കത്ത് പെട്ടു, ജീവികൾ, മറ്റു ജീവനില്ലാത്ത വസ്തുക്കൾ, എല്ലാവർക്കും റഹ്മത്തായിട്ടാണ് അവിടെ വന്നിട്ടുള്ളത്. നമ്മളെ സ്വന്തം ഉമ്മയിൽ നിന്ന് കിട്ടാത്ത കാരുണ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ മങ്കൂസ് മൗലിദിൽ നമ്മൾ പറയുന്നുണ്ട്, അന്ത ഉമ്മുൻ, എന്താണ്, മാറഅയ്ന അന്ത ഉമ്മുൻ അന്ത അം അബു മാറഅയ്ന ഫീഹിമ മിത്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഒരു ഉമ്മയിലും ഉപ്പയിലും കാണാത്ത ഇഹ്സാനാണ്, ഗുണമാണ് അവിടുത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മഹാനായ സഹാബി വര്യനായ അൽക്കമാർ റളിയല്ലാഹുവിന്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം.
നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്നത്, നമുക്ക് വേണ്ടി ഉറക്കൊഴിക്കുന്നത്, കഷ്ടപ്പെടുന്നത് നമ്മുടെ സ്വന്തം ഉമ്മയായിരിക്കും, ഉപ്പയായിരിക്കും. അല്ലേ? ഉമ്മയോളം നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ നമുക്ക് കാണാൻ കഴിയില്ല. ഏത് ജീവികളാണെങ്കിലും സ്വന്തം മക്കളെ വല്ലാത്ത സ്നേഹമായിരിക്കും. കാക്കക്കായാലും തൻകുഞ്ഞി പൊൻകുഞ്ഞി എന്നൊരു വാക്കുണ്ട്. കാക്കൻ്റെ കുഞ്ഞാണേലും അതിൻ്റെ കുഞ്ഞ് അതിന് വലിയ ഇഷ്ടമായിരിക്കും. ഒരു 1-2 മുമ്പ് ഒരു വീഡിയോ, ഒരു ന്യൂസിൽ കണ്ടു. ഒരു തടാകത്തിലൂടെ ഒരു മാൻ്റെ കുട്ടി നീന്തി അക്കരെ കടക്കുകയാണ്. ആ സമയത്ത് ആ ഭാഗത്തുനിന്നൊരു മുതലെങ്ങനെ വരുന്നുണ്ട്. ഈ മാൻ്റെ തള്ള തൊട്ടടുത്തുണ്ട്. ഈ രംഗം കാണുകയാണ്. തൻ്റെ കുഞ്ഞിനെ പിടിക്കാൻ വരുന്നത് മുതല ആ തടാകത്തിലൂടെ നീന്തി വരുന്നത് ഈ അമ്മ കാണുകയാണ്. ഉടൻ തന്നെ ആ അമ്മ ചെയ്തത്, ആ വെള്ളത്തിലേക്ക് എടുത്തു ചാടി മുതലിൻ്റെ ഭാഗത്തിലൂടെ കുഞ്ഞ് രക്ഷപ്പെടുത്താൻ വേണ്ടി, സ്വന്തം ജീവൻ പോയാലും എൻ്റെ കുഞ്ഞ് രക്ഷപ്പെടട്ടെ എന്ന് കരുതിയിട്ട് ഈ മാൻ എടുത്തു ചാടിയിട്ട് ആ മുതലയുടെ മുമ്പിലൂടെ പോയി തള്ളമാനെ പിടിച്ചു. സ്വന്തം കുഞ്ഞിനോടുള്ള സ്നേഹം അത് ഏത് ജീവികളാണെങ്കിലും അമ്മക്കുണ്ടാവും, ഉമ്മക്കുണ്ടാവും, ഉപ്പക്കുണ്ടാവും. എന്നാൽ അതിനേക്കാളും വലിയ സ്നേഹമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിനോട് കാണിച്ചിട്ടുള്ളത്. അൽഖമ റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമുക്കറിയാം. ഉമ്മയോട് ചെറിയൊരു വിഷയത്തിൽ ഒരു വിഷമം ഉമ്മക്ക് വന്നപ്പോൾ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കിട്ടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വിട്ടു. ഉമ്മ ഒരിക്കലും പൊരുത്തപ്പെട്ടു കൊടുക്കുന്നില്ല. നോക്കൂ നിങ്ങൾ, സ്വന്തം മകനോട് ഉമ്മ കാണിക്കുന്ന കാരുണ്യത്തിനേക്കാളും വലിയ കാരുണ്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ ചരിത്രം നമ്മൾ ചിന്തിച്ചാൽ, അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സഹിക്കുന്നില്ല. എൻ്റെ ശിഷ്യനാണ്, എൻ്റെ ഉമ്മത്തിൽപ്പെട്ടൊരു മെമ്പറാണ്, ആഖിറത്തിൽ രക്ഷപ്പെടണം. ഉമ്മ പൊരുത്തപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടില്ല. അവസാനം ഉമ്മ പൊരുത്തപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഒരു ഐഡിയ പ്രയോഗിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ചരിത്രം അറിയാം. ഒരു വിറക് കെട്ട് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഉമ്മ ചോദിച്ചു, എന്തിനാണ്? കത്തിക്കാൻ വേണ്ടിയിട്ട്. മോനെ കത്തിക്കാൻ. കാരണം നിങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നരകത്തിലെ തീയിലിട്ടിട്ട് മകനെ കത്തിക്കും. അപ്പം അത് വേണ്ട, അവിടെ തന്നെ കത്തിക്കോട്ടെ. ഇത് കണ്ടപ്പോൾ ഉമ്മക്ക് സഹിക്കാൻ കഴിയില്ല. അവസാനം പൊരുത്തപ്പെട്ടു. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കഴിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്വന്തം ഉമ്മക്കില്ലാത്ത കാരുണ്യമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സഹാബി വര്യനോട് കാണിച്ചു. ഇത് നമ്മുടെ ലോകത്ത് വരുന്ന എല്ലാ ഉമ്മത്തിനോടും. അതുകൊണ്ടാണ് അവിടുത്തെ പ്രാർത്ഥനകളും അവിടുത്തെ ഹയാത്ത് കാലവും വഫാത്തിന്റെ സമയം. ഇപ്പോൾ റൗളാ ശരീഫിലിരുന്നു 1-2 ഹദീസും കൂടെ ആ കൃത്യത്തിൽ സൂചിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. സൂറത്ത് ഇബ്രാഹിമിൽ ഈ ഉമ്മത്തിനെ കുറിച്ച് പറയുന്ന ഒരു ആയത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയാൻ തുടങ്ങി. അങ്ങനെ കരച്ചിലിൻ്റെ ഘട്ടങ്ങളിൽ ഉടനെ അല്ലാഹു തആല സമാധാനിപ്പിക്കാൻ വേണ്ടി ജിബ്രീൽ സ്വലാത്തു വസ്സലാമിനെ അയക്കും. അങ്ങനെ അയച്ചു, കാര്യങ്ങൾ അന്വേഷിച്ചു. എൻ്റെ ഉമ്മത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത്. ഉടനെ തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല ഇറക്കിയതാണ് വല്ലുഹ സൂറത്ത്. ആ വല്ലുഹ സൂറത്തിൽ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ എന്നുള്ള ആയത്ത്. വലസൗഫ യുഅ്തീക റബ്ബുക, അങ്ങയുടെ റബ്ബ് തരും, ഫതർല, തങ്ങൾക്ക് തൃപ്തി വരുന്നത് പോലെ ആഖിറത്തിൽ അല്ലാഹു തആല തരും എന്ന ആയത്തിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഇദൻ ലാ അർദാ വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു മെമ്പറെങ്കിലും നരകത്തിലുണ്ടെങ്കിൽ എനിക്ക് റാഹത്താവൂല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ചു. വഫാത്തിന്റെ ഘട്ടത്തിൽ പോലും ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുത്തെ ചിന്ത. പ്രത്യേകം നമ്മളോട് വസിയത്തുകൾ പറഞ്ഞുകൊണ്ടാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. ഇപ്പോൾ റൗളാ ഷരീഫിൽ എന്താ പണി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്താ പണി? ഇബ്നു ഹജർ അൽ-ഹൈതമി തങ്ങൾ അവിടുത്തെ ഫത്താവൽ കുബറയിൽ അത് വിശദീകരിക്കുന്നുണ്ട്. അതിലൊരു ഹദീസ് നമുക്കറിയാം, തുഅറദു അലയ്യ അഅമാലു ഉമ്മത്തി, എൻ്റെ ഉമ്മത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഈ സദസ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്നുണ്ട്. അവിടുത്തെ മൗലിദിൻ്റെ മദ്ഹിൻ്റെ മറ്റെന്തെല്ലാം നല്ല കാര്യങ്ങൾ അതെല്ലാം അവിടെ നിന്ന് ലൈവായി കാണാണ് റൗളാ ഷരീഫിൽ നിന്ന്. എന്നിട്ട് അൽഹംദുലില്ലാ പറയും ഈ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ. അതേ സമയത്ത് നിങ്ങളിൽ നിന്ന് വല്ല തെറ്റുകുറ്റങ്ങളും ചെയ്യുന്നത് ഞാൻ അറിഞ്ഞാൽ എനിക്കത് വിഷമമാണ്, ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കും.
അപ്പൊ ഖബറു ഷരീഫിലും അവിടുത്തെ ചിന്ത ഈ ഉമ്മത്തിനെ കുറിച്ചാണ്. ഇനി ആഖിറത്തിൽ വരുന്ന സമയത്തോ നമുക്കറിയാം, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്, എല്ലാ അമ്പിയാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് ഉത്തരം കൊടുക്കുന്ന ദുആ കൊടുത്തിട്ടുണ്ട്. ആ സ്പോട്ടിൽ ഉത്തരം കിട്ടും. എല്ലാ അമ്പിയാക്കളും ദുആ അല്ലാഹു തആല സ്വീകരിക്കും, കാലതാമസമൊക്കെ ഉണ്ടാകാം. എന്നാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു എമർജൻസി ദുആ എല്ലാവർക്കും, എല്ലാ അമ്പിയാക്കൾക്കും കൊടുത്തിട്ടുണ്ട്. ആ മുഴുവൻ അമ്പിയാക്കളും അവർ പല വിഷയത്തിലും ഈ ദുന്യാവിൽ വെച്ച് ആ ദുആ നടത്തി കഴിഞ്ഞു. ഹദീസാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയാണ്, പക്ഷേ എനിക്ക് തന്ന ആ ചാൻസ് ഞാൻ ഇവിടെ വരുന്നിട്ടില്ല, അത് ഞാൻ ആഖിറത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല. ലി ഉമ്മത്തി ഇന്നിഖ്തബഅതു ദഅവതി ലി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിനിക്ക് വേണ്ടി ആ ദുആ ഞാൻ ആഖിറത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കൂ നിങ്ങൾ, മഹദി ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ സങ്കടം, അവിടെ നിന്ന് വീട്ടുജോലി എടുത്തിട്ട് വെള്ളം മുക്കിയിട്ട് കൈ പൊട്ടി ഒരു ഖാദിമിനെ ചോദിച്ച് വന്ന രംഗമുണ്ടായിട്ടുണ്ട്. അവിടുത്തെ ത്വായിഫിലൂടെ പോയ സമയത്ത് കുട്ടികൾ കല്ലെറിഞ്ഞ് രക്തം വന്ന സമയം ഉണ്ടായിട്ടുണ്ട്. പല്ല് പൊട്ടി മുഖത്തുനിന്ന് രക്തം വന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ ഘട്ടങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദ്വാരക്കാമായിരുന്നു, പക്ഷെ ദ്വാരുന്നില്ല. ഈ ഉമ്മത്തിനോടുള്ള അവിടുത്തെ കാരുണ്യം, ഈ ഉമ്മത്തിനെ അവിടുന്ന് സ്നേഹിച്ചത്. ഒരു ഹദീസും കൂടെ സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നാളെ ആഖിറത്തിൽ വരുന്ന സമയത്ത് എല്ലാ അമ്പിയാക്കളെയും ആദരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരു സ്വീകരണ സമ്മേളനം നടത്തും. യുൻസബുലിൽ അംബിയായി മനാബിറു, എല്ലാവർക്കും സ്വർണത്തിൻ്റെ ചെയറിട്ട് കൊടുക്കും. അതിലെല്ലാ അമ്പിയാക്കളും ഇരുന്ന് ഇങ്ങനെ റെസ്റ്റ് എടുക്കും. പക്ഷേ എൻ്റെ ചെയറിൽ ഞാൻ ഇരിക്കൂല. നോക്കണം, എൻ്റെ ചെയറിൽ ഞാൻ ഇരിക്കൂല. എൻ്റെ ഉമ്മത്തിൻ്റെ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാതെ ലാ അജ്ലിസു ഫിഹാ, എൻ്റെ ചെയറിൽ ഞാൻ ഇരിക്കുകയില്ലെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവിലും വഫാത്തിൻ്റെ ഘട്ടത്തിലും റൗള ഷരീഫിലും പരലോകത്തും അവിടുത്തെ ചിന്ത മുഴുവനും ഈ ഉമ്മത്തിനെ കുറിച്ചാണ്. ആ നിലക്ക് ഈ ഉമ്മത്തിനോട് അവിടുന്ന് കാണിച്ച ഇഹ്സാൻ, കാരുണ്യം, അവിടുത്തെ സ്നേഹം, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അവിടുത്തെ മഹബത്ത് വെക്കാതെക്കാൻ കഴിയുക? അപ്പോൾ ഒരാളെ നമ്മൾ മഹബത്ത് വെക്കാൻ എന്തെല്ലാം കാരണങ്ങൾ നിങ്ങൾ പരിശോധിച്ചോളൂ. ഖമാലോ ജമാലോ ഇഹ്സാനോ അതെല്ലാം പൂർണ്ണമായ അർത്ഥത്തിൽ മേളിച്ച ഒരാളുണ്ടെങ്കിൽ അത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, അവിടുത്തെ നിങ്ങളെ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സ്വന്തം ശരീരത്തെക്കാൾ അവിടുത്തെ മഹബത്ത് വെക്കുന്നത് വരെ ഒരാളുടെയും ഈമാൻ സമ്പൂർണ്ണമാകുന്നില്ല. മഹാന്മാരായ സ്വഹാബത്തും അവരെ ചരിത്രങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. സ്വന്തം ശരീരത്തെക്കാൾ, സ്വന്തം കുടുംബത്തെക്കാൾ, എല്ലാത്തിനേക്കാൾ സദക്ക ചെയ്യാൻ പറഞ്ഞ സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഴുവനും കൊണ്ടുകൊടുത്തു. നേരത്തെ പറഞ്ഞ ഗുഹയിലിരുന്ന് പാമ്പിന്റെ ദംശനമേറ്റ ആ സംഭവത്തെക്കുറിച്ച് മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആ രാത്രി, ആ ഗുഹയിൽ കഴിഞ്ഞ ഒരൊറ്റ രാത്രി ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അമലി ചെയ്ത ഇബാദത്തെടുത്ത മുഴുവൻ ദിവസങ്ങളും ഒരുമിച്ച് കൂട്ടിയാലും അബൂബക്കർ റളിയല്ലാഹുവിന്റെ ആ ഒറ്റ രാത്രിക്ക് തുല്യമാകൂല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവനേക്കാളും അപ്പുറം സ്നേഹിച്ച സ്വഹാബത്ത്. അതുകൊണ്ട് എന്നോടും നിങ്ങളൊക്കെ സൂചിപ്പിക്കാനുള്ളത് വിശുദ്ധ റബീഉൽ അവ്വലാണ്. നമ്മൾ അവിടുത്തെ മഹബത്ത് വെച്ചുകൊണ്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത്. അവിടുത്തെ മദ്ഹിന്റെ പരിപാടികൾ, മൗലിദിന്റെ, ഇൻഷാ അല്ലാഹ് നമ്മുടെ മദ്രസയുടെ കുട്ടികളൊക്കെ പരിപാടി നടക്കാൻ പോവുകയാണ്. നമ്മുടെ മദ്ഹറിന്റെ, അതുപോലെ നമ്മുടെ എവിടൊക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിക്കാനും അവിടുത്തെ മദ്ഹിന്റെ സദസ്സ് സംഘടിപ്പിക്കാനും അതിൽ സംബന്ധിക്കാനും അതൊക്കെ അവിടുത്തെ മഹബത്ത് വർദ്ധിക്കാനും അവിടത്തേക്ക് നമ്മൾ അടുക്കാനും അത് മുഖേന അള്ളാഹുവിലേക്കുള്ള കുർബത്ത് നമുക്ക് ലഭിക്കാനും നമുക്ക് കാരണമായി തീരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലി ബദീർ യാ അല്ലാഹ്. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സലാത്തുല്ലാഹ് സലാമുല്ലാഹ്
حبيب الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البديل يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله حبيب الله إلهي نجنا واكشف جميع أذية وسلم مكائد العدا والطف لأهل البديل يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم سبحانك اللهم وبحمدك